കനക നീ വലിയ കമ്മറ്റിക്കാരനായിട്ട് ഇവിടെ വന്നിരിക്കണ എടാ അമ്പലത്തിൽ ആന ഇടഞ്ഞടാ. എടാ വിവരം ഞാൻ അറിഞ്ഞു. അപ്പോഴും വിടണ്ടേ രണ്ടാളും കൂടെ? പക്ഷെ ആനയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊണ്ടുവന്ന ആനല്ലേ? ആനക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇറങ്ങട്. ഈ അമ്മാവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്റെ കനക ക്ലീറ്റസും അമ്മാവനും കൂടി ഒരു ചെറുത് അടിച്ചിട്ട് ആനപ്പാപ്പാനും ഒരു ചെറുത് മേടിച്ചു കൊടുത്ത്, എന്നിട്ട് ആനവാല് വേണമെന്നും പറഞ്ഞ് ഇയാളാ വാലയെ പിടിച്ച് പറിച്ച് ആന വേദന എടുത്ത് സഹിക്കാതെ പ്രാന്ത് പിടിച്ച് ഓടേണ്. കമ്മറ്റിക്കാരറിഞ്ഞ് ഇയാളെ ചവിട്ടി കൊന്നാനെ. അമ്മാവൻ വാലയെ പിടിച്ച് പറിച്ചതും ആനക്ക് വേദന എടുത്തിട്ട് പുറംകാലിന് ഒറ്റ അടിയാണ് അമ്മാവനാ. ഭാഗ്യത്തിന് ഞാൻ അവിടെ പൂരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാവൻ വന്ന് വീണത് എന്റെ വണ്ടിയുടെ മുമ്പിൽ. അമ്മാവനെ കണ്ട പാടി ഞാൻ എടുത്തുകൊണ്ടിങ്ങാണ്ട് പോന്നു. അല്ലെ കമ്മറ്റിക്കാർ ഇയാളെ തല്ലി കൊന്നാനെ. സ്ഥലക്കച്ചവടം പറഞ്ഞു പോയത് ആനയുടെ വാല് പറിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ? ദൈവമേ, എന്നിട്ട് ക്ലീറ്റോനെ കണ്ടല്ലേ പോയത്? ക്ലീറ്റോനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കണ്ടില്ല അവനൊന്നും. കനക സത്യം പറയാലോ, എനിക്കൊരു ആനരോമം വേണമെന്ന് പറഞ്ഞപ്പോ ക്ലീറ്റസ് ആണ് 2 പെഗ് മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാറ്. സത്യത്തിൽ ആനയുടെ രോമം പിടിച്ചു വലിച്ചത് അവനാ. പക്ഷെ ആന കാല് പൊക്കി അടിച്ചത് കൊണ്ടതിക്ക്. ഞാൻ മരിച്ചിട്ട് വീട്ടിങ്ങനെ നോക്കിയപ്പോ ക്ലീറ്റ് ഒരു തെങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അവന് മരം കയറാൻ അറിയില്ലല്ലോ. അല്ല തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എങ്ങനെ ഇപ്പൊ തെങ്ങിന്റെ മുകളിൽ കയറി?